friends, പ്രിയയാണ് കൂടെ ശോഭാവർമ്മയുണ്ട്. നമ്മുടെ കോഴിക്കോട്ടത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വനിതാ ദിനത്തിനോടനുബന്ധിച്ചുള്ള പരിപാടിയാണ്. അത് നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഇരുന്ന് വർക്കുണ്ട് ഇവിടെ ഫുട്പാത്തിൽ. അപ്പോൾ ലൈവ് വരെയാണ്. നിങ്ങൾക്ക് കോഴിക്കോടുള്ള സുഹൃത്തുക്കൾക്ക് വരാം, പങ്കെടുക്കാം. നമ്മുടെ എന്താ പറയുക, ഇവിടെ ജെൻസിനും വരയ്ക്കാനായിട്ട് നമ്മൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സമത്വം വേരുകളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് സമൂഹത്തിലേക്ക് എന്നാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഈ ഫുട്പാത്ത് ഫുള്ളും നമ്മൾക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് കാഴ്ചയിൽ കാണാം. ഞാൻ മിttayitheruvu കോഴിക്കോട് ഡയറ്റിലെ ആർട്ട് എഡ്യൂക്കേഷൻ്റെ ഫാക്കൽറ്റിയാണ്. ഏറെ സന്തോഷമുണ്ട്. ഇൻ്റർനാഷണൽ വിമൻസ് ഡേയോടനുബന്ധമായിട്ട് വർക്ക് സ്പേസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് വളരെ ഒരു ഓപ്പൺ സ്പേസിലുള്ള ഒരു ലൈവ് പെയിൻറ്റിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗമാവാൻ സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവയ്ക്കട്ടെ. ലോക വനിതാ ദിനത്തെ അന്വർത്ഥമാക്കുന്നത് പോലെ തന്നെ സമത്വവും അതേപോലെ തന്നെ ബൈസ്ഡ് അല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയെ കെട്ടിപ്പടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടെ പുരുഷന്മാരും സ്ത്രീകളുമായിട്ടുള്ള എല്ലാവരും തന്നെ ഒരുമിച്ചാണ് ഇവിടെ ചിത്രം വരയ്ക്കുന്നത് എന്ന് തന്നെ തികച്ചും ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു അനുഭവമാണ്. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ഇപ്പോഴും ആളുകളെന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷനും മാത്രമല്ല, അതല്ലാത്ത ഇത് രണ്ട് വികാരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗം കൂടി നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നൊരു ബോധ്യത്തിലേക്കും എത്തേണ്ടതിരിക്കുന്നു എന്ന ഒരു ഓർമ്മപ്പെടുത്തലും കൂടി ഈ അവസരത്തിൽ പങ്കുവയ്ക്കട്ടെ. വർക്ക് സ്പേസ് ആർട്ടിസ്റ്റുമാർക്ക് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി.
ഇത് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് സംഘടിപ്പിച്ച ചിത്രരചന ക്യാമ്പിൽ വരച്ചതാണ്. ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ വരും തലമുറ ഒരു പക്ഷേ മാസ്കൊക്കെ ഇട്ടിട്ടായിരിക്കണം ജനിക്കുന്നത്. കാരണം പൊല്യൂഷനും അല്ലെങ്കിൽ പലതരം വൈറസുകളുടെയൊക്കെ ഇനി വരുംകാലത്തിൻ്റെ വരവിനനുസരിച്ച് ചിലപ്പോൾ പ്രസവിക്കുന്ന കുട്ടികൾക്ക് തന്നെ അങ്ങനെ ഉണ്ടാവാനൊരു മാസ്കൊക്കെ അറ്റാച്ച്ഡ് ആയിട്ട് ഉള്ള തോന്നുന്നുണ്ട്. കാരണം നമ്മളെ ഓരോ അവയവങ്ങളും മുടി അടക്കം ഓരോന്ന് നോക്കിയാലും നമ്മളെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ഇത് കണ്ടു. അപ്പോൾ ഇനി ജനിക്കാനിരിക്കുന്ന കുട്ടികൾ മാസ്കുമായി ജനിക്കുന്ന കുട്ടികളായിരിക്കും എന്നുള്ള തോന്നൽ, അതാണ് ഈ ചിത്രമായി മാറിയത്. അപ്പോൾ വളരെ വലിയ കലാകാരന്മാരിന്നിവിടെ വന്ന് വരച്ചിരുന്നു. വ്യത്യസ്തമായ ചിത്രങ്ങൾ, വളരെ നല്ല ചിത്രങ്ങൾ. വലിയ സന്തോഷം തോന്നി ഈ ലോക വനിതാ ദിനത്തിൽ. നമ്മൾ പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളെയും പങ്കെടുപ്പിച്ചു. അത് ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. കാരണം പെണ്ണുങ്ങളുടേതായി മാത്രം ഒരു ജീവിതമോ അല്ലെങ്കിൽ സമരമോ ഒന്നുമില്ല. നിങ്ങളും അതിൻ്റെ കൂടെ നിൽക്കേണ്ടവരാണ്. അല്ല, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അതിനെ നമ്മൾ പരിഹരിക്കാൻ നമ്മൾ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നത്തെ ഒരു ആളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ മത്സരം, അല്ല ഈ ഒരു ചിത്രം വര എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി. അതിപ്പോ സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരുപാട് പോസ്റ്ററുകൾ വനിതാ ദിനത്തോടനുബന്ധിച്ച് കണ്ടു. അതെല്ലാം സ്ത്രീകൾക്ക് മാത്രമായിരുന്നു. അത് ഇവിടെ മാത്രമേ ശരിക്കും പറഞ്ഞ പുരുഷന്മാരും സ്ത്രീകളും ചേർന്നിട്ടുള്ള ഒരു ഇതുണ്ടായിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മറ്റു പലരും മനസ്സിലാക്കുന്നത് പൂരകങ്ങളാണ്. ആണും പെണ്ണും വേണം. പെണ്ണിന് അങ്ങനെയല്ല, രണ്ടുപേരും കൂടി ഉണ്ടെങ്കിൽ യോജിച്ചുകൊണ്ട് അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോ ഇന്നത്തെ ഒരു നമ്മുടെ ചിത്രരചന ക്യാമ്പ് അല്ലെങ്കിൽ ഇതില് നല്ലൊരു ആശയം തന്നെയാണ് നമ്മൾ. വളരെ നല്ല ആശയമാണ്. കാരണം ഇത്തരം കാണും മാത്രമല്ല, നമുക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളെ എഴുതുന്നതിനേക്കാൾ ഒരുപക്ഷെ ഫലപ്രദമായിട്ട് നമുക്ക് വരകളിലൂടെ പറയാൻ പറ്റും. അത്രയും കഴിവുള്ള ഒരുപാട് ആളുകളാണ് ഇവിടെ കൂടിയത്. അപ്പോൾ അവർക്കൊരു വരക്കാനുള്ള അവസരം. അതിനേക്കാൾ ഞാൻ കാണുന്നത് നമ്മൾ തെരുവിലാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ പോകുന്നു, ചിത്രകലയുമായി ഒന്നും ബന്ധമില്ലാത്തവർ പോലും നിന്നിട്ട് ഇവരിത് എങ്ങനെ വരക്കണത്, എന്താണ് വരക്കുന്നത്, വളരെ നിഷ്കളങ്കമായ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നു. അതൊക്കെ ഒരു വലിയ സന്തോഷമായി. ഇപ്പം ഞാൻ വരുന്നത് മലപ്പുറത്താണ്. അപ്പം അങ്ങനെ അത് വന്നത് വർത്താവുന്നത് അപ്പോഴാണ്. നമ്മൾ ഈ ജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് വരക്കുകയും അവരത് നോക്കി നിൽക്കുകയും നമ്മളതിനെക്കുറിച്ച് പറയുകയും വളരെ വളരെ രസം. പിന്നെ അതിനേക്കാൾ ഫലപ്രദം തന്നെ നമുക്ക് സമാന മനസ്കരായ ആളുകളെ കാണാം, വരക്കുന്ന കുറേ ആൾക്കാരെ കാണാം, അവരുടെ വർക്ക് കാണാം, അവരെങ്ങനെയാണ് വരക്കുന്നത്, ഏത് ബ്രഷാണ് ഉപയോഗിക്കുന്നത് ഒക്കെ നമുക്ക് കാണാം. അത് നമുക്ക് വല്ലാത്തൊരു ഊർജ്ജം പകരും. തീർച്ചയായിട്ടും. വളരെ നന്ദി സാർ. താങ്ക് യു.